നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മൂന്നാറിലേക്ക് പോയി നിന്നെ സഞ്ജു പിന്തുടർന്ന് വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ശ്രീകുട്ടി വാശി പിടിച്ചിട്ടാ. ഒരു ജോലി കിട്ടിപ്പോയ നിലയ്ക്ക് അവൾ സമാധാനത്തോടെ അവിടെ ജീവിക്കട്ടെ എന്നാ സഞ്ജു എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞാലും നിങ്ങക്ക് വരാതിരുന്നോടായിരുന്നോ? അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്തിനു വന്നു? നീ പറയുന്നത് ശരിയാ. നിന്റെ പിന്നാലെ ആദ്യം എന്നെ അയച്ചത് അമ്മ തന്നെയാ. പൂജ ചെയ്യാൻ വേണ്ടി അമ്മ എന്നെ ക്ഷേത്രത്തിലേക്ക് അയച്ചത്. അന്നാ നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ. കഥയറിയാതെ എവിടെ നിന്ന് കിട്ടിയ എന്റെ ഫോട്ടോ വെച്ച് നടത്തിയ ഒരു നാടകത്തിലേക്കാ നിന്നെയും കൊണ്ടുപോകുന്നെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. ആപത്തിൽ പെട്ടുപോകുന്നവരെ സഹായിക്കാൻ ഒരു മനസ്സുള്ളതുകൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ട് തന്നെയാ താലി കെട്ടിയത്. പിന്നീട് 2 തവണ ഞാൻ നിന്റെ നാട്ടിൽ വന്നു. 2 തവണയും നിന്റെ കൂടെ വന്നതല്ല. സ്റ്റുഡിയോയിൽ വിവാഹ ഫോട്ടോ തേടിയ ആദ്യം വന്നത്. പിന്നീട് വന്നത് സച്ചിക്കൊപ്പം അവന്റെ ആവശ്യത്തിനും. എവിടേക്കാണെന്ന് പോലും പറയാതെ അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോയതാ. ആ 2 തവണയും നരേന്ദ്രൻ നിന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എങ്ങനെയോ അവിടെ വന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു. നീ വിശ്വസിക്കുന്ന പെരുവണ്ണാപുരത്തമ്മ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാവാം. പിന്നെ മൂന്നാറിൽ നീ ആക്സിഡന്റ് പെട്ട് കിടന്നപ്പോ സ്വാതിയാണ് എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് അയച്ചത്. ഒന്നിനും നീയും ഞാനും കാരണക്കാരല്ലമ്മോ. എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാ. അമ്മൂന്ന് യോഗം ഉണ്ടായിരുന്നു സഞ്ജു. ലക്ഷ്മി പൂജ ചെയ്ത് നിന്റെ ജീവൻ രക്ഷിക്കാനാണ് അവള് വന്നത്. ഈ കുടുംബത്തെ പല ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് അമ്മൂന്റെ പ്രാർത്ഥനയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. മോളെ അമ്മു നേരെ ഒന്ന് വിളിത്തോട്ടെ. നമുക്കെല്ലാം പ്രവേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വിവരം അറിഞ്ഞിട്ട് ഇത്രയും നാൾ ആരോടും പറയാതിരുന്ന പ്രവേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കരുണ കാണിക്കും. നിങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുകയും ചെയ്യും. നീ സ്വാതിയെ സ്നേഹിക്കുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, എന്നെ ഈശ്വരതുല്യം കാണുകയാണെങ്കിൽ നീ ഇനി അവിവേകം കാണിക്കരുത്. എന്നെയും നിന്നെയും കൂട്ടിമുട്ടിച്ചത് ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം ഒരിക്കലും നമ്മളെ ചതിക്കില്ല. കാരണം ഒരു തെറ്റും ചെയ്യാത്തവരാ നമ്മള്. എടോ, നീയോ ഞാനോ സ്വാതിയെ ചതിച്ചിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.